ഇന്ന് ഞാൻ ഇവിടുത്തെ ബെർലിൻ കത്തീഡ്രലിലും അലക്സാണ്ടർ പ്ലാറ്റ്സിലും പോവുകയാണ്. ഇവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. പാതിയിൽ വെച്ച് എനിക്ക് എൻ്റെ ഒരു വാലിനെ കൂടെ കിട്ടും. അങ്ങനെ ഞാനൊരു ബസ്സും ട്രെയിനും കയറി ഇവിടെ എൻ്റെ വാലിനെയും കാത്ത് നിൽക്കുകയാണ്. ഇപ്പം വരുന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇനി എപ്പോൾ വരുന്നോ ആവോ. ഇവിടെ നിന്ന് ഞങ്ങളൊരു ബസ് പിടിച്ച് നേരെ ബെർലിൻ കത്തീഡ്രലിലോട്ടാണ് പോകുന്നത്. ദേ ആ കാണുന്ന ഫോട്ടോയിൽ സൂചി പോലെ കൂർത്ത് നിൽക്കുന്ന സാധനമാണ് അലക്സാണ്ടർ പ്ലേസിലുള്ള സാധനം. ട്രെയിനിലും പോകുമ്പോൾ കണ്ട ബിൽഡിങ്സിൻ്റെ എല്ലാം ഫോട്ടോയും വീഡിയോ എടുപ്പ് ഇപ്പം എൻ്റെ ഒരു സ്ഥിരം ഹോബിയായിട്ട് വന്നേക്കാണ്. എന്താണോ ആവോ, കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് കയറിയ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി. എന്നാലും ഞാനിവിടെ വായും തുറന്നിരിക്കുകയാണ്. സ്റ്റോപ്പ് എത്തുമ്പോൾ അവൾ എന്നെ വിളിക്കുമായിരിക്കും. അങ്ങനെ ബസ് ഇറങ്ങിയതേ ബെർലിൻ കത്തീഡ്രൽ വന്നപ്പോൾ മാമ നിന്ന് പാട്ട് പാടുന്നു. ഇവിടെ എവിടെ പോയാലും കുറേ മ്യൂസീഷ്യൻസാണ്. ദേ കാണുന്നതാണ് ബെർലിൻ കത്തീഡ്രൽ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പുറത്ത് കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് മഴവില്ല് കാണുന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മഴവില്ലിങ്ങനെ അടുത്ത് കാണുന്നത്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ഏതോ ഒരു ചൈനക്കാരി പോയിന്ന് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനൊരു പാർക്ക് പോലൊരു സ്ഥലമുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കാം. അവിടെ പോയി ഇരിക്കുക എന്നാണ് എൻ്റെ വാലിപ്പോൾ പറഞ്ഞത്. കത്തീഡ്രലിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് വരുന്ന സാധനം തന്നെയാണ്. പിന്നെ ബോട്ടിലൊക്കെ കയറണമെങ്കിൽ യൂറോകളെ എണ്ണി കൊടുക്കുമെന്നുണ്ട്. ഞങ്ങളവിടെ കാറ്റൊക്കെ കൊണ്ടിട്ട് അങ്ങ് പോവാന്ന് വെച്ച്. ഇങ്ങനെ നിന്നുകൊണ്ട് കാണുമ്പോൾ ചേട്ടൻ കത്തി നിൽക്കുകയാണെന്നൊക്കെ തോന്നുമെങ്കിലും ഇവിടെ നിൽക്കാൻ നല്ല തണുപ്പും കാറ്റുമായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് സമയം നിന്നിട്ട് സമയം പോയതൊന്നും ഞങ്ങൾ രണ്ടാളും അറിഞ്ഞതേ ഇല്ല. കാണുന്നത് ആ കത്തീഡ്രലിൻ്റെ വേറൊരു സൈഡ് തന്നെയാണ്. ഇവിടെ വന്നിരിക്കാൻ കുറേ കസേരയൊക്കെ ഏതൊക്കെ ഹോട്ടലുകാർ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ചുമ്മാ അവിടെ കയറി ഒന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് ഈ കപ്പൽ പണി നോക്കി എന്നിട്ട് പോവാന്ന് വെച്ച്. ഈ കാണുന്ന അലക്സാണ്ടർ പ്ലാറ്റ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നൊരു ബിൽഡിംഗ് ആണ്. എന്താണോ ഒന്ന് അത് കണ്ടപ്പോൾ എനിക്ക് മദ്രാസി പട്ടണം ഫിലിമൊക്കെയാണ് ഓർമ്മ വന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എവിടെ പോയാലും ഇവിടെ വെള്ളച്ചാട്ടമാണല്ലോ എന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ ഉണ്ട് ആ ഒരു ചേട്ടൻ പൂരി വെയിലത്ത് നിന്ന് പടം വരയ്ക്കുന്നു. പുള്ളി എന്താണ് വരയ്ക്കുന്നറിയാൻ ഞാൻ കുറേ എത്തി കുളിഞ്ഞൊക്കെ നോക്കി. പുള്ളി ആ ഭാഗത്തുള്ള ഏതോ ബിൽഡിങ്ങിൻ്റെ പുറവശമൊക്കെയാണ് വരയ്ക്കുന്നത്. ഇതാ ആ റോഡിലൂടെ പോണതാണ് സ്ട്രാസൻബർഗ് അഥവാ റോഡിലൂടെ പോണ ട്രെയിൻ. ഈ കാണുന്നതാണ് അലക്സാണ്ടർ പ്ലാറ്റ്സിലെ യൂണിവേഴ്സൽ ക്ലോക്ക്. ഇവിടെ എല്ലാ രാജ്യങ്ങളെയും സമയം വെച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ പോയി 2 റൗണ്ട് അടിച്ച് നമ്മുടെ ഇന്ത്യയിലെ ന്യൂഡൽഹിയുടെ സമയം കണ്ടുപിടിച്ചു. ഇതിൻ്റെ മൂട്ടിൽ ഒരു ചേട്ടൻ നിന്ന് നല്ല രീതിക്ക് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ. ഇതാണ് അവിടെ തന്നെയുള്ള TV ടവർ. അലക്സാണ്ടർ പ്ലാസിൽ തന്നെയാണ് ഇതുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ആ കണ്ണടി കൂടെ നോക്കി എൻ്റെ വാലവിടെ ഇരുന്ന് കുറേ ലവ് സിമ്പിളൊക്കെ കാണിക്കുന്നത് കാണാം. ഇതാണ് ഞാൻ പോണ ട്രെയിൻ. എൻ്റെ അപ്പുറത്തൊരു സായിപ്പേട്ടനും ഉണ്ട്. ട്രെയിനിൽ പോയ വഴി നോക്കിയപ്പോൾ വോഡഫോൺ എഴുതി വെച്ചേക്കുന്നു. നാട്ടിലെ വോഡഫോണിൻ്റെയൊക്കെ സിമ്പിൾ കാണുമ്പോൾ എന്തോ മനസ്സിലൊരു സന്തോഷമാണ്. ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലോ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വായി നോക്കിയിട്ടന്നപ്പോൾ ലേറ്റായി. ഇതേ സമയം 7:58. പക്ഷേ ഇവിടെ ഇപ്പോഴും പട്ടാപ്പകലും കൊട്ട വെയിലുമാണ്. എന്താണെന്നറിയില്ല, സൂര്യൻ ചേട്ടൻ ഇവിടെ വിട്ട് പോവാറേ ഇല്ല.